തിരുവനന്തപുരമടക്കമുള്ള സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗ് രാവിലെ മുതൽ രേഖപ്പെടുത്തുന്നു. 8% കഴിഞ്ഞു തിരുവനന്തപുരത്ത്. സംസ്ഥാനമൊട്ടാകെ 7.39 ഈ 2 മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം എന്നുള്ളതാണ്. UDF തരംഗത്തിന്റെ സൂചനയാണ് എന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ സംസ്ഥാനത്ത് തകർപ്പൻ വിജയം LDF നേടുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ കടന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആവേശത്തോടെ കൂട്ടത്തോടെ സ്ത്രീ വോട്ടർമാരടക്കം പോളിംഗ് ബൂത്തുകളിലേക്ക് പ്രവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ 2 മണിക്കൂറിൽ 7% എന്ന് പറയുമ്പോൾ അനൗദ്യോഗികമായി അത് ഒരുപക്ഷെ 10% എത്തിയേക്കാം. ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ 77 നിന്ന് ഉയർന്ന് 80 മുകളിൽ പോളിംഗ് എത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലും എറണാകുളത്തൊക്കെ കനത്ത പോളിംഗ് 8.20 എറണാകുളത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളത്തും തിരുവനന്തപുരത്തും പോലെയുള്ള നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ രാവിലെ മുതൽ തന്നെ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു പോളിംഗ് ശതമാനം കൂടുന്ന ഒരു ട്രെൻഡിന്റെ സൂചനയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. MG മിഥുൻ തിരുവനന്തപുരത്ത് ഉണ്ട്. മിഥുൻ, തിരുവനന്തപുരത്ത് ഗ്രാമ നഗര തീരദേശ വ്യത്യാസമില്ലാതെ എല്ലാ ബൂത്തുകളിലും വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. ട്രെൻഡ് ഇതൊരു UDF തരംഗത്തിന്റെ സൂചന എന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. നമുക്കറിയാം തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരമാണ്. ഇതിന്റെ സൂചനയായി പ്രതിഫലനമായി പരമാവധി വോട്ടർമാരെ, തങ്ങളുടെ കേഡർ വോട്ടുകൾ അടക്കമുള്ള പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ രാവിലെ തന്നെ എത്തിച്ചു മടങ്ങുകയാണോ മുന്നണികൾ? തീർച്ചയായും, അതായത് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ നിന്ന് അനുഭവപ്പെടുന്നത്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് 65 നമ്പർ ബൂത്തിലാണ്, DE ഓഫീസിലെ ബൂത്തിലാണ്. ഇവിടെ MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തും. പക്ഷേ ഇവിടെ കാര്യമായ തിരക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ ആകെ 700 വോട്ടർമാർ മാത്രമാണ് ഈ ഒരു ബൂത്ത് പരിധിയിലുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ആയിട്ടായിരിക്കും സാധാരണഗതിയിലൊക്കെ തന്നെ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ ആളുകൾ എത്തുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു തിരക്ക് അനുഭവപ്പെടാത്തത്. പക്ഷേ നമ്മൾ രാവിലെ അതായത് കാഞ്ഞിരംകുളം LP സ്കൂളിലെ കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള G കൃഷ്ണകുമാറും ഒപ്പം തന്നെ കുടുംബം അടക്കമുള്ളവരെത്തിയെ വോട്ട് രേഖപ്പെടുത്തിയ ആ ബൂത്തുകളിൽ, അവിടെ 5 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിരുന്നു. രാവിലെ 6 മണി മുതൽ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിക്കുന്നതെങ്കിൽ പോലും തന്നെ 6 മണി മുതൽ വലിയ ക്യൂ നമുക്ക് അവിടെ ദൃശ്യമാവുകയും ചെയ്തു, പ്രകടമാവുകയും ചെയ്തു, നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും മറ്റുള്ളിടത്തും എല്ലാം തന്നെ തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലായാലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. നഗര കേന്ദ്രീകൃതമായിട്ടുള്ള എല്ലാ ബൂത്തുകളിലും ഒപ്പം തന്നെ റൂറൽ ഏരിയയിലും എല്ലാം തന്നെ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ഇതൊരു ശുഭസൂചന എന്നുള്ളൊരു അഭിപ്രായമാണ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ തവണ 77%-ലധികം സംസ്ഥാനത്തുടനീളം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ അതിന് മുകളിലേക്ക് എത്തുമെന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിശ്വാസം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അല്പസമയത്തിന് മുമ്പ് നമ്മൾ G കൃഷ്ണകുമാറിന്റെ പ്രതികരണത്തിലേക്ക് വന്നിരുന്നു. ഒരു അനുകൂല ട്രെൻഡ് ഇത്തവണ BJP-ക്ക് അതാണ്. അതായത് 73.74% മാത്രമാണ് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ തവണയെ നമുക്കറിയാം അവിടെ ഈ തരൂരിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തുള്ള വലിയൊരു പോരാട്ടം നടക്കുന്ന ഒരു 2024 വരുമ്പോൾ അത്തരമൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ തവണ 73, താരതമ്യേന സംസ്ഥാനത്ത് കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ ഒന്നായിരുന്നു തിരുവനന്തപുരം. അത് ഈ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ശക്തരാകുമ്പോൾ 80 കടന്നേക്കും പോളിംഗ് എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആത്മവിശ്വാസം അത് ശക്തമാകുന്ന തരത്തിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം 3 ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നുവരവോടുകൂടി അത് വലിയ ശക്തമായ രീതിയിലേക്ക് പോരാട്ടം മുറുകുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ 1,00,000 മുകളിലേക്ക് ഒരുപക്ഷെ ഭൂരിപക്ഷം പോയിരുന്നുവെങ്കിൽ പോലും തന്നെ അവസാനവട്ട കണക്കുകളിൽ 1,00,000 താഴേക്ക് ഭൂരിപക്ഷം പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇത്തവണ മുന്നണികൾ പോലും പറയുന്നത് വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് ഇത്തവണ തിരുവനന്തപുരത്ത് പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷ കണക്കുകളിലേക്കല്ല അവർ പോകുന്നത്. ജയിക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം മാത്രമാണ് മുന്നണികൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരു ഭൂരിപക്ഷ കണക്കിലേക്ക് അവർ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് ആർക്കാണ് നേട്ടമാകുന്നത്? പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് UDF-ന് നേട്ടമുണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവർ മുന്നോട്ട് വെക്കുന്നു. അത് ഒരു അനുകൂല ട്രെൻഡായി മാറുന്നത് BJP-ക്കാണെന്നുള്ള കാര്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ തീരദേശ മേഖലകളിൽ കഴിഞ്ഞ തവണ ശശി തരൂരിന്
ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുകയും ഒപ്പം തന്നെ ഭൂരിപക്ഷം ഉയർത്താൻ സാധിച്ചതും ഈ തീരദേശ മേഖലയിൽ നിന്നാണ്. അവിടെ കാര്യമായ രീതിയിൽ തന്നെ രാവിലെ പോളിംഗ് പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നഗര പ്രദേശങ്ങളിലും ഒപ്പം തന്നെ റൂറൽ ഏരിയയിലും ഒക്കെ തന്നെ കൃത്യമായി ആളുകൾ രാവിലെ മുതൽ തന്നെ പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തുന്നു എന്നുള്ള തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും മൂന്ന് മുന്നണികളും വിദേശിവരായപ്പോൾ കാണുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. സാധാരണ മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് വോട്ട് ചെയ്യാനായി. നമ്മൾ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമായിരുന്നു അത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇല്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുകൂടി ഇതിനെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇല്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ചാണ്ടി ഉമ്മനുണ്ട്, ഒപ്പം അദ്ദേഹത്തിൻ്റെ മകളുണ്ട്, ഭാര്യയുണ്ട്. അവരടക്കം ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബം വോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു പക്ഷേ ചാണ്ടി ഉമ്മനും മറിയാമ്മ ഉമ്മനും അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം. ഈ നിരവധിയായ ദൃശ്യങ്ങൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദൃശ്യങ്ങൾ കണ്ടു, കെ.സി. വേണുഗോപാൽ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ടു, വി.ഡി. സതീശൻ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ടു. അതിനൊക്കെ അതുപോലെ പ്രാധാന്യത്തോടെ, ഒരുപക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പ്രാധാന്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അനുയായികൾ, കോൺഗ്രസ് പ്രവർത്തകരൊക്കെ നോക്കി നിന്നിരുന്ന ദൃശ്യങ്ങളായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം ഉമ്മൻചാണ്ടിക്കൊപ്പം കുടുംബാംഗങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്നത്. ഇത്തവണ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും, 2 പെൺമക്കളും ഒപ്പം ചാണ്ടി ഉമ്മനും അമ്മയ്ക്കൊപ്പം വോട്ട് ചെയ്യാനായി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഇപ്പോൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. LDF ചരിത്ര വിജയം നേടും എന്ന് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. പക്ഷേ രാവിലത്തെ പോളിംഗ് ബൂത്തുകളിലെ ജനക്കൂട്ടം UDF തരംഗത്തിൻ്റെ ഭാഗമാണ് എന്ന് സതീശൻ പറഞ്ഞത് കൂടി കാണണം. നമ്മൾ ഇപ്പോൾ ടോം കുര്യാക്കോസ് എറണാകുളം മണ്ഡലത്തിലുണ്ട്. ക്രിസ്തീയ സഭാ അധ്യക്ഷന്മാർ വോട്ട് ചെയ്യാനായി അവിടെ എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രധാനപ്പെട്ട സഭാ അധ്യക്ഷന്മാർ, സഭയിലെ പ്രധാനപ്പെട്ട വൈദികർ ഒക്കെ വോട്ട് ചെയ്യാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയ സാന്നിധ്യം ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. എല്ലാ മുന്നണികളും ആഗ്രഹിക്കുന്ന വോട്ടുകൾ കൂടിയാണ് അത് എന്നുകൂടി മനസ്സിലാക്കണം. അത്തരത്തിൽ വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ ഈ വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ 3 മുന്നണികളും നടത്തിയിരുന്നു എന്നതുകൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ വലിയ പ്രചരണ കോലാഹലത്തിന് ശേഷം ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പ്രധാനപ്പെട്ട പ്രവർത്തകർ, പ്രധാനപ്പെട്ട സംവിധായകർ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ നിരവധി പ്രമുഖർ, സ്ഥാനാർത്ഥികളടക്കം ശശി തരൂർ ഇപ്പോൾ വോട്ട് ചെയ്യാനായി അദ്ദേഹം പുറപ്പെടുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്യാനായി പുറപ്പെടുന്നു. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഇപ്പോൾ വോട്ട് ചെയ്യാനായി പുറപ്പെടുന്നു. കഴിഞ്ഞ 40 ദിവസമായി നടന്ന വലിയ പ്രചരണ നമ്മൾ കണ്ടു. തിരുവനന്തപുരത്തെ കൊട്ടിക്കലാശവും 3 മുന്നണികളും ഏറെ ആവേശകരമായാണ് നടത്തിയത്. അതിനുശേഷം വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഇപ്പോൾ വോട്ട് ചെയ്യാനായി ഇറങ്ങുന്നു. രാവിലെ NDA സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത് നമ്മൾ കണ്ടു. പന്നിൻ രവീന്ദ്രൻ്റെ വോട്ട് കണ്ണൂരായിരുന്നു. അദ്ദേഹം കണ്ണൂരിൽ പോയി വോട്ട് ചെയ്ത് തിരിച്ച് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശശി തരൂർ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാനായി പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ടോം കുര്യാക്കോസ് ചേർന്നു. ടോം,